നമസ്കാരം, ബാബുരാജ് അമ്പലപ്പാറയാണ്. ഇന്ന് നമ്മൾ സമചതുരത്തിൽ നല്ല സോഫ്റ്റായ ഉള്ളു വെന്ത നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നും നെയ്യപ്പം ഉണ്ടാക്കാനുള്ള റെസിപ്പിയും അത് വീട്ടിൽ എങ്ങനെ ചതുരത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഈസി മെത്തേഡും നമുക്ക് നോക്കിയാലോ. നമസ്കാരം. ആദ്യം നെയ്യപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഒന്ന് നോക്കാം. പച്ചരി 1/2 കിലോ നല്ലവണ്ണം കുതിർത്തിയതാണ് വേണ്ടത്. പിന്നെ ഒരു 350 ഗ്രാം ശർക്കര, കുറച്ച് എള്ള് വേണം, പിന്നെ പാകത്തിന് ഉപ്പ് വേണം, ചുക്ക് വേണം, പഴം വേണം, ഒരെണ്ണം മതി പഴം, ഏലക്കപ്പൊടി, പിന്നെ നെയ്യ്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം, അത് ഏകദേശം ഒരു 125 മില്ലി വെള്ളം ഉണ്ടാവും. അത്ര മതി 350 ഗ്രാം ശർക്കരയ്ക്ക് ഉരുക്കിയെടുക്കുക. നമുക്ക് കിട്ടിയ ശർക്കര നല്ല നിറമുള്ള ശർക്കരയാണ്, കണ്ടില്ലേ. ഇപ്പോൾ ശർക്കര ഏകദേശം നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാവ് റെഡിയായി. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം, തണുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അത്. ഇനി നമുക്ക് ഈ ഗ്യാപ്പിൽ ചുക്ക് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ അമ്മിയിലാണ് പൊടിക്കുന്നത്. അമ്മിയിൽ പൊടിച്ച് ശീലമുണ്ട്, അത് കാരണമാണ് അമ്മിയിൽ പൊടിക്കുന്നത്. ചുക്ക് ചെറുപ്പത്തിലൊക്കെ കണ്ട ചുക്കൊക്കെ കറുത്ത കളറാണ്, ഇപ്പോൾ വെളുത്ത കളറിലാണ് ചുക്ക് വരുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു ചണ്ടി ഉണ്ടാവും, അത് മാറ്റിയിട്ട് നമുക്ക് പൊടി മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ചുക്ക് പൊടി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ശർക്കരപ്പാവ് നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചായ അരിപ്പയിൽ അത് അരിച്ച് മാറ്റി വയ്ക്കാം. ഇത്രയും ശർക്കരപ്പാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടം. കുതിർത്തി വെച്ച അരിയുടെ പകുതി മിക്സിയുടെ വലിയ ജാറിൽ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ശർക്കരപ്പാവിൻ്റെ പകുതിയോളം ഈ അരിയിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യ ഘട്ടം അരച്ചെടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടം. നെയ്യപ്പത്തിന് അരി അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരയണം, പക്ഷേ ചെറുതായിട്ടൊരു തരി പോലെ വേണം മാവിൽ. കാരണം ആ തരി എന്തിനാന്ന് വെച്ചാൽ നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയൊരു സോഫ്റ്റ് കിട്ടും. വളരെ നൈസായിട്ട് അരിഞ്ഞാൽ നെയ്യപ്പം നല്ല ബലമായിട്ട് പോകാനാണ് ചാൻസ്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചെറിയൊരു ചെറുപഴം, വളരെ ചെറിയ ചെറുപഴം വരണ്ടേ വേണ്ടു. നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് വലിയ ചെറുപഴമാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ചേർക്കാൻ പാടൂ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മാവ് റെഡിയായി. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചെറിയൊരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഒപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ 2 ടീസ്പൂണ് എള്ളും കൂടി ഇട്ടിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് കരിഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ടത് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി മാവിലേക്ക് മറ്റു ചേരുവകൾ ചേർക്കാം. കുറച്ച് ഉപ്പ് വേണം, പിന്നെ 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി, പിന്നെ ബേക്കിംഗ് സോഡ, അത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ചുക്കുപൊടി, നേരത്തെ തയ്യാറാക്കിയ ചുക്കുപൊടി, അതിൻ്റെ ചണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂണ് ചുക്കുപൊടി ചേർക്കുക. പിന്നെ ചേർക്കാനുള്ളത് നന്നായിട്ടൊരു ടേബിൾ സ്പൂൺ നിറച്ച് മൈദ വേണം. മൈദ ചേർക്കുക. അതിനോടൊപ്പം തന്നെ വറുത്തെടുത്ത തേങ്ങാ പീസും എള്ളും കൂടി മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത മാവ് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കണം. അതായത് മാവ് ഒന്ന് സെറ്റായി കിട്ടണം. ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ തികച്ചും 6 മണിക്കൂർ തന്നെ വെക്കാൻ നോക്കണേ, എങ്കിലേ നമുക്ക് മാവ് നന്നായിട്ട് മയങ്ങി കിട്ടും. ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ്, അടി നല്ല കുഴിയുള്ളത്. ഇപ്പോൾ നമ്മുടെ മെയിൻ സംഗതി തുടങ്ങുകയാണ്. ഇത് സ്റ്റീലിൻ്റെ 304 സ്ക്വയർ പൈപ്പാണ്. നമുക്ക് നമ്മുടെ മെയിൻ കാര്യമാണ് ഇനി അടുത്തത്. ഈ പൈപ്പിൻ്റെ ഒരു ഭാഗം ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് ആ ചീനച്ചട്ടിയുടെ അടിഭാഗത്ത് കറക്റ്റായിട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ആർച്ച് രൂപത്തിലാക്കി. ഇനിയിപ്പോൾ ഈ സ്ക്വയർ പൈപ്പ് എണ്ണ ചൂടായതിന് ശേഷം ചീനച്ചട്ടിയുടെ നടുകിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ആ സ്ക്വയർ പൈപ്പിൻ്റെ നടുകിലേക്കാണ് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ നെയ്യപ്പം ഒഴിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് അത് പൊന്തി വരുന്ന സമയത്ത് ഈ പൈപ്പ് ഒരു കുടിലോട്ട് പൊന്തിച്ചെടുത്താൽ മതി. നന്നായിട്ട് സ്ക്വയറായിട്ട് തന്നെ നമുക്ക് നെയ്യപ്പം കിട്ടും. ഇനി ആ ഒഴിച്ച നെയ്യപ്പം ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് തട്ടി മാറ്റിയിട്ട് വീണ്ടും ഈ സ്ക്വയർ പൈപ്പ് അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും നടുകിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒറ്റ ടേക്കിൽ തന്നെ 2-3 നെയ്യപ്പം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതാ രണ്ടാമത് ഒഴിച്ച നെയ്യപ്പം നന്നായിട്ട് നടുഭാഗം പൊന്തി വന്നു. ആ സമയത്ത് നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പ് പൊന്തിച്ചു. ഇനി മൂന്നാമത് അതേ ചട്ടിയിൽ തന്നെ ഒഴിക്കാൻ പോവുകയാണ്.
അതേപോലെ നടുകിൽ വെച്ചിട്ട് വേണം ഒഴിക്കാൻ. സാധാരണ നമ്മളൊക്കെ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 3 നെയ്യപ്പം റെഡി ആവുന്നത്, അതും സ്ക്വയറിൽ. കണ്ടില്ലേ, നന്നായിട്ട് സ്മൂത്തായിട്ട് ഇത് വെന്ത് വരുന്നുണ്ട്. ഇത് തീ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. കാരണം തീ നല്ല കത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടുപ്പിൽ നല്ല കനൽ വേണം. നല്ല കത്തണ വിറകും നമുക്ക് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വേണം. ഒരു കൊള്ളി വെച്ചിട്ട് നല്ല തിരി കത്തണ പോലെ കത്തണ വിറക് വേണം. അത് കത്തൽ ചൂട് അധികമായി തോന്നിയ ആ വിറക് അപ്പം തന്നെ നമുക്ക് വലിച്ചിട്ട് പുറത്തേക്ക് വെക്കാൻ പറ്റണം. ചൂട് വേണമെന്ന് തോന്നുമ്പോൾ ആ വിറക് അപ്പം തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് കത്തിപ്പിടിക്കുകയും വേണം. അങ്ങനെ ഒരു ഡ്രൈവിംഗ് മോഡലാവണം ശരിക്ക് നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പിൻ്റെ സ്ഥിതി. ഇന്നിപ്പോൾ നമുക്ക് നെയ്യപ്പത്തിൻ്റെ മാവുണ്ടല്ലോ കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് അത് സ്ക്വയറായിട്ട് നല്ല അതിൻ്റെ നടുഭാഗം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല പൊന്തി വന്നു. അതാണ് അതിൻ്റെ ഒരു പരുവം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിക്കണ സമയത്ത് എണ്ണ നല്ല ചൂട് വേണം. അതായത് വിറക് അടിയിൽ കത്തിക്കൊണ്ടിരിക്കണം. ഈ മാവ് ഒഴിച്ച ശേഷം ഉടനെ തന്നെ ഈ കത്തണ കൊള്ളി ഒന്ന് പിന്നാക്കം വലിക്കണം. അപ്പോൾ ഒന്ന് ചൂട് കമ്മിയാവും എണ്ണ. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നെയ്യപ്പത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതല്ലാതെ ഒരേ ഫ്ലെയിമിൽ കത്തിച്ചാൽ നമ്മുടെ നെയ്യപ്പം പുറം ഭാഗം വേഗം വെന്ത് കിട്ടും, നമുക്ക് വെന്തെന്ന് തോന്നും, പക്ഷേ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. ഇത് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. അത് കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടി. പിന്നെ എനിക്ക് നിങ്ങളോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ. നമ്മളിങ്ങനെ പാകം ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ, അത് ഒറിജിനൽ സ്റ്റീലാണ് 304. അത് നമുക്ക് ദോഷമില്ല. നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഇരുമ്പ് സാധനങ്ങളുണ്ടല്ലോ, അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അത് GI പൈപ്പ് ആയാലും ഇരുമ്പ് പൈപ്പ് ആയാലും അതുപോലെ തന്നെ അലുമിനിയം ഷീറ്റ്, ഇതൊന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് സ്ക്വയർ നെയ്യപ്പം റെഡിയായി. ഇതാ കണ്ടില്ലേ, എല്ലാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. നമുക്ക് അങ്ങനെ ഒരു നെയ്യപ്പം പൊട്ടിച്ചു നോക്കാം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ അരുകൊക്കെ കണ്ടില്ലേ, അരുകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടോ, നല്ല മൊരിഞ്ഞിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.